സ്വാഗതം. ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകളുമായി ടോപ്പ് 10 തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഡോഡ്ജ് ടോപ്പ് 10 ഹെഡ്ലൈൻസ് സമർപ്പിക്കുന്നത് Wasn't a Dodge better? കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് മർദ്ദനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. ക്രൂരമെന്ന VS അച്യുതാനന്ദൻ. കോട്ടയത്ത് തിങ്കളാഴ്ച LDF ഹർത്താൽ. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് കണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇന്ത്യയും തുർക്ക്മെനിസ്ഥാനും തമ്മിൽ ധാരണ. 8 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്ക്മെനിസ്ഥാനിൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പുരോഗതി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്രസേനയുടെ വിന്യാസം സംബന്ധിച്ച് പുനരവലോകനം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. CPM വർഗ ബഹുജന സംഘടനകൾക്ക് വേണ്ടാത്ത VS അച്യുതാനന്ദന് വൻ സ്വീകരണമൊരുക്കി CPI വിദ്യാർത്ഥി പ്രസ്ഥാനം AISF. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്തത് VS. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കി സുപ്രീം കോടതി. 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുമെന്ന് കോടതി. A ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സമരം പിൻവലിച്ചു. നടപടി സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിൽ നിന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. ബാഹുബലി പ്രദർശിപ്പിച്ച തിയേറ്ററുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ഫെഡറേഷൻ. സർക്കാർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് നിർമ്മാതാക്കൾ. ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളം മെഡൽ കൊയ്ത്ത് തുടരുന്നു. ഇന്ന് 4 സ്വർണം കൂടി. 80 പോയിന്റുമായി കേരളം 1-ാം സ്ഥാനത്ത്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം സെറീന വില്യംസിന്. സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി IPS ഓഫീസർ. അനധികൃതമായി കാര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യം നിരസിച്ചതാണ് ഭീഷണിക്ക് കാരണമെന്നും അമിതാഭ് ഠാക്കൂർ. എഡിറ്റേഴ്സ് ചോയ്സ്. അക്ഷരപ്രേമമോ വിരോധമോ? ഡോഡ്ജ് ടോപ്പ് 10 ഹെഡ്ലൈൻസ് സമർപ്പിച്ചത് Wasn't a Dodge better? വിശദാംശങ്ങളിലേക്ക്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരങ്ങാട്ടുപള്ളി സ്വദേശി പാറക്കൽ സിബിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉച്ചയോടെ മരിച്ചത്. കഴിഞ്ഞ 29-ാം തീയതി മരങ്ങാട്ടുപള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത സിബിയെ ഗുരുതര പരിക്കുകളോടെ പിറ്റേന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കസ്റ്റഡി മരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന കേസിലാണ് 40-കാരനായ സിബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് സ്റ്റേഷനിലെത്തിയ മാതാപിതാക്കൾ സിബിയെ കാണുന്നത് അതീവ അവശനിലയിലാണ്. അച്ഛനമ്മമാർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കാണുന്നത് സിബി മൃഗീയമായ മർദ്ദനമേറ്റ് തണ്ടുതാള് പോലെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കിടക്കുന്ന രംഗമാണ്. അതുപോലെ പരിസര പ്രദേശം മുഴുവൻ മലമായിരുന്നു. ആ അച്ഛനമ്മയും കൊണ്ട് ഈ പോലീസുകാർ മലം മുഴുവൻ കഴുകിച്ചതിന് ശേഷം സിബിയുടെ ഡ്രസ്സ് വെള്ളത്തിൽ മുക്കി കഴുകിയെടുത്ത് ഉടുപ്പിച്ച്, അപ്പോൾ സിബി അബോധാവസ്ഥയിലാണ്. അപ്പോൾ സിബിയെ ആശുപത്രി കൊണ്ടുപോകണം അച്ഛനമ്മമാർ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് അതിന് തയ്യാറായില്ല. എന്നാൽ വാഹനം വിട്ടുകൊടുക്കാൻ പറഞ്ഞു, വാഹനം വിട്ടുകൊടുത്തില്ല. അതിനുശേഷം ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു, അതിനും സമ്മതിച്ചില്ല. ഏറ്റവും അവസാനം രാത്രി മുഴുവൻ ആ പാവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് സഹപ്രവർത്തകരെ വിവരം അറിയിച്ച്. കസ്റ്റഡിയിലെടുക്കും മുമ്പ് സിബിക്ക് മർദ്ദനമേറ്റുവെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും സിബിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാനോ ചികിത്സ നൽകാനോ പോലീസ് തയ്യാറായില്ല. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മരങ്ങാട്ടുപള്ളി SI KA ജോർജ് കുട്ടിയെ സ്ഥലം മാറ്റുകയും തുടർന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഭരണാനുകൂല സംഘടനയായ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റാണ് ആരോപണം നേരിടുന്ന KA ജോർജ് കുട്ടി. ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ജോർജ്. സ്വന്തം മകനെ അയാൾ തൊഴിച്ചു കൊന്നു എന്ന് പറയുന്ന കേസ് അയാളുടെ പേരിൽ ആരോപണം നിൽക്കുകയാണ്.
ഇങ്ങനെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് അസോസിയേഷൻ്റെ ആളാണെന്ന രൂപത്തിൽ അയാളെ രക്ഷപ്പെടുത്താനല്ലേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സിബിയുടെ മൃതദേഹം തിങ്കളാഴ്ച സംസ്കരിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ കേസിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. കസ്റ്റഡിയിലെടുത്ത ദിവസം സിബിയോടൊപ്പം ഉണ്ടായിരുന്ന 17-കാരനെതിരെ പോലീസ് കേസെടുത്തു. ഇയാളുമായി ബഹളമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് പോലീസ് സിബിയെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. കസ്റ്റഡിയിലെടുക്കും മുമ്പ് സിബിക്ക് മാരകമായ മുറിവേറ്റിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം. സിബി മരിച്ചതോടെയാണ് അന്ന് കൂടെയുണ്ടായിരുന്ന 17-കാരനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കോട്ടയത്തെ കസ്റ്റഡി മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്നും സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ആളുകളുടെ പേരിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ചില സൂപ്പർവൈസറി ലാബ്സ് കണ്ട സന്ദർഭത്തിൽ തന്നെ SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കട്ടെ. ക്രൈംബ്രാഞ്ച് കോട്ടയത്തെ കസ്റ്റഡി മരണത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചതായും മുഖ്യമന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്, അതിലെ കുറ്റക്കാര് ആരാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. കോട്ടയത്ത് യുവാവ് പോലീസ് മർദ്ദനമേറ്റ് മരിച്ച സംഭവം ക്രൂരമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും VS കൊച്ചിയിൽ പറഞ്ഞു. ക്രൂരമാണല്ലോ, അത് ഫാസിസ്റ്റ് രൂപത്തിലുള്ള കൈകാര്യം ചെയ്യലാണല്ലോ. അതിനെ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ബന്ധുക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. നേരത്തെ ബ്രിട്ടനിൽ ദാവൂദിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അറിയാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം സജീവമാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ദാവൂദ് ഇബ്രാഹിമിന്റെ അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊർജിതമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദാവൂദിന്റെ ബന്ധുക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചത്. മുംബൈയിൽ താമസിക്കുന്ന സഹോദരി ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ സാമ്പത്തിക ഉറവിടം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ സ്വത്ത് കണ്ടുകെട്ടുന്നതിനെതിരെ ബന്ധുക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അറ്റാച്ച്മെന്റ് ഓർഡർ വന്നപ്പോൾ നിയമപരമായി ഉണ്ടായ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അവർ ഡൽഹി ഹൈക്കോർട്ടിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതി ആ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. അതിനെതിരെ അപ്പീലായി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. സുപ്രീം കോടതി തൽസ്ഥിതി തുടരാൻ വേണ്ടി ഒരു ഓർഡർ പാസ്സാക്കി, ഇടക്കാല ഉത്തരവ് പാസ്സാക്കിക്കൊണ്ട് കേസ് ഫയൽ സ്വീകരിച്ചു. അതാണ് സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലുള്ള കേസെന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മനസ്സിലാക്കുന്നതാണ്. കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചാൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതോടൊപ്പം സ്വത്തുക്കൾ കണ്ടുകെട്ടാനായി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും സാധിക്കും. അതേസമയം ദാവൂദിന്റെ ബ്രിട്ടനിലെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് സംഘം ഉടൻ തന്നെ ബ്രിട്ടനിലേക്ക് തിരിക്കും. ലണ്ടനിലെ ഡാൻഫോർഡ് ഹോട്ടലിൽ മാത്രം 1000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും സ്വത്തുകൾ കണ്ടുകെട്ടാൻ നടപടികൾ ആരംഭിക്കുക. ഹവാല ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപ സമാഹരിച്ചാണ് യൂറോപ്പിലുടനീളം ദാവൂദിന് വൻ നിക്ഷേപത്തിന് വഴിയൊരുക്കിയത്. ബ്രിട്ടന് പുറമെ സ്പെയിൻ, തുർക്കി, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലും ദാവൂദിന് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് സംശയിക്കുന്നു. ഡൽഹിയിൽ നിന്നും ശ്യാം ബാബു, അമൃത ന്യൂസ്. മധ്യേഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്ക്മെനിസ്ഥാനിലെത്തി. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലായി. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കാനായി 8 സുപ്രധാന കരാറുകളിലും ഇന്ത്യയും തുർക്ക്മെനിസ്ഥാനും ഒപ്പുവെച്ചു. ബ്രിക്സ്, ഷാങ്ഹായ് ഉച്ചകോടികളിൽ പങ്കെടുത്തതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ നിന്നും തുർക്ക്മെനിസ്ഥാനിലേക്ക് പുറപ്പെട്ടത്. തലസ്ഥാനമായ അഷ്ഗാബാദിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ഗർബാംഗുലി ബർദിമുഹമ്മദോവയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിൽ IS തീവ്രവാദികൾ ഉയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. അതോടൊപ്പം ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 8 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. വിദേശം, കായികം, ആരോഗ്യം എന്നീ മേഖലകളിലുള്ള സമഗ്ര വികസനത്തിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. യോഗ പഠിപ്പിക്കാനായി തുർക്ക്മെനിസ്ഥാനിൽ അവസരമൊരുക്കാനും ധാരണയായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. മധ്യേഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ തുർക്ക്മെനിസ്ഥാന് നിർണായക പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയിലേക്ക് വരാനുള്ള മോദിയുടെ ക്ഷണം പ്രസിഡന്റ് ഗർബാംഗുലി ബർദിമുഹമ്മദോ സ്വീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കേന്ദ്രസേനയുടെ വിന്യാസം സംബന്ധിച്ച് പുനരവലോകനം നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് സർക്കാരുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രത്തെ അറിയിക്കണം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പുരോഗതി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ദുരന്ത നിവാരണ സേനാ യൂണിറ്റ് കൂടി ഉടൻ ആരംഭിക്കും. തട്ടിക്കൊണ്ടുപോകൽ തടയാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനും നിർദ്ദേശം നൽകി. വിഘടനവാദി പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്ന യുവാക്കളെ തിരിച്ചുകൊണ്ടുവരാൻ സമഗ്രമായ പുനരധിവാസ പാക്കേജ് ഏർപ്പെടുത്തും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന തീരുമാനങ്ങൾ. ഇടവേള. തൊണ്ണൂറ് വയസ്സ് പിന്നിട്ടുവെങ്കിലും പ്രായഭേദമന്യേ കേരളീയരെ ആവേശം കൊള്ളിക്കുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. പക്ഷേ CPMന്റെ വർഗ ബഹുജന സംഘടനകളുടെ സംഘടനാ സമ്മേളനങ്ങളിൽ VSന് പ്രവേശനമില്ല. എന്നാൽ അതിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം AISF. AISFന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിലാണ് VS ഉദ്ഘാടകനായി എത്തിയത്. VSന് വേണ്ടിയുള്ള ഈ മുദ്രാവാക്യം വിളി ഉയരുന്നത് CPMന്റെയോ SFIയുടേതോ DYFIയുടെയോ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നല്ല. CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെ 42ാം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നാണ്. AISF സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിലാണ് VS ഉദ്ഘാടകനായി എത്തിയത്. ഏറെ നാൾ മുമ്പ് നടന്ന DYFI SFI സംസ്ഥാന സമ്മേളനങ്ങളിൽ VSന് പ്രവേശനമില്ലായിരുന്നുവെന്നതുകൂടി കൂട്ടിവായിക്കുമ്പോഴാണ് AISF വേദിയിൽ VSന്റെ സാന്നിധ്യത്തിന്റെ പ്രസക്തി. ആലപ്പുഴയിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ പോലും CPM VSന് കസേര നൽകിയിരുന്നില്ല. ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിൽ എഴുതി വായിച്ച പ്രസംഗത്തിൽ കൂടുതലും ഹിറ്റ്ലറുടെ അധിനിവേശത്തിന്റെ പ്രത്യാഘാതങ്ങളായിരുന്നു. കൂട്ടത്തിൽ തന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും. സമ്മേളനവേദിയിൽ VSനെ കൂടാതെ വിപ്ലവ ഗായിക PK മെദിനി, സംവിധായകൻ ജോയ് മാത്യു, CPI നേതാവ് C ദിവാകരൻ എന്നിവരും അണിനിരന്നിരുന്നു. എന്തായാലും CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലെത്തി വേദി പങ്കിട്ട VSന്റെ നീക്കം പലർക്കുമുള്ള ഒരു സൂചന കൂടിയാണ്. അമൃത ന്യൂസ്, കൊച്ചി. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് പരിശോധിക്കാൻ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം കോടതി രൂപം നൽകി. ചീഫ് ജസ്റ്റിസ് HL ദത്തു അധ്യക്ഷനായ ബെഞ്ചിനാണ് രൂപം നൽകിയത്. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ സുപ്രീം കോടതി നേരത്തെ ജീവപര്യന്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രതികളുടെ ആവശ്യത്തിന് തമിഴ്നാട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. CBI ആയിരുന്നു കേസ് അന്വേഷിച്ചത്. ഭരണഘടനാപരമായ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജാമ്യം നൽകുന്നത് പരിശോധിക്കാൻ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിച്ചു. ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് HL ദത്തുവിന്റെ നേതൃത്വത്തിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം കോടതി രൂപം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ഒരു വിഭാഗം എ ക്ലാസ് തിയേറ്റർ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. കൊച്ചിയിൽ ചേർന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ യോഗത്തിലാണ് തീരുമാനം. ബാഹുബലി പ്രദർശിപ്പിച്ച തിയേറ്റർ ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. എന്നാൽ ഇവർ സ്വയം രാജിവെച്ച് പോകുമെന്നാണ് ഫെഡറേഷൻ ഭാരവാഹികൾ ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിച്ചത്. പ്രേമം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ വ്യാജപ്പതിപ്പുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിയേറ്റർ അടച്ചിട്ടുള്ള സമരം പിൻവലിച്ചതെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫെഡറേഷൻ തീരുമാനത്തിനു വിരുദ്ധമായി ബാഹുബലി പ്രദർശിപ്പിച്ച 21 തിയേറ്റർ ഉടമകൾക്കെതിരെ നടപടിയെടുക്കും. ഇവരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി ഫെഡറേഷൻ ഭാരവാഹികൾ ഇക്കാര്യം പറയാൻ തയ്യാറായില്ല. ബാഹുബലി പ്രദർശിപ്പിച്ച തിയേറ്റർ ഉടമകൾ രാജിവെച്ചു പോകുമെന്നാണ് കരുതുന്നതെന്ന് പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അടക്കമുള്ള ഫെഡറേഷൻ ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അഡ്വാൻസ് തുക വാങ്ങിയ ചിത്രങ്ങളുടെ റിലീസിംഗ് തീയതി മാറ്റുന്ന നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷനെ സമീപിക്കുവാനും ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ തിങ്കളാഴ്ച മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചു ചേർത്ത സിനിമാ സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിൽ പിളർപ്പ് ഉണ്ടാകുമോ എന്ന് പറയാനാകില്ലെന്ന് ലിബർട്ടി ബഷീർ. കരിങ്കാലികൾ എല്ലാ സംഘടനകളിലും ഉണ്ടെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞു. അജി അഭിലാഷിന്റെ ബന്ധുവാണ് ബാഹുബലി കേരളത്തിൽ വിതരണത്തിനെടുത്തത്. അജി അഭിലാഷിന്റെ രാജി എഴുതി വാങ്ങി. എന്ത് പിളർപ്പുണ്ടായാലും ഫെഡറേഷൻ നിലനിൽക്കുമെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. സിനിമാ തിയേറ്ററുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സുണ്ട്, എല്ലാ സംഘടനകളിലും കരിങ്കാലുണ്ട്. അങ്ങനെ കുറച്ച് കരിങ്കാൽ പടം എടുത്ത് കളിച്ചിട്ടുണ്ട്. അത് വലിയ ആനക്കാരിൽ എന്താ പറയാനുള്ളത്? വൈസ് പ്രസിഡന്റ് ഇളയച്ചൻ്റെ പടമാണ്. ഒരു കുടുംബ ബന്ധമുണ്ട് അവിടെ. നമ്മൾ സിനിമയും ബിസിനസ്സിൻ്റെ അപ്പുറം ഇളയച്ചൻ്റെ സ്വന്തം അച്ഛൻ്റെ അനിയൻ്റെ പടമാണ്. സെഞ്ചുറി രാജുവായിട്ട് പറഞ്ഞാൽ ഇളയച്ചനാണ്, അജിയുടെ സെൻറ്റ് പിക്ചേഴ്സിൻ്റെ. ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഒരു സിനിമയല്ല, ഒരു കുടുംബ ബന്ധം നഷ്ടപ്പെടാൻ പറ്റുമോ? അങ്ങനെ രാജിക്കത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ രാജിക്കത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പടം കളിച്ചു. വീണ്ടും ഇടവേള. കായികം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വിട്രിഫൈഡ് ടൈൽ ഷോറൂം, ന്യൂ രാജസ്ഥാൻ മാർബിൾ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം സെറീന വില്യംസിന്. ഫൈനലിൽ സ്പാനിഷ് താരം ഗാർബിൻ മുഗുരുസയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സെറീന 6ാം വിംബിൾഡൺ കിരീടം സ്വന്തമാക്കിയത്. സ്കോർ 6-4, 6-4. സെറീനയുടെ ഈ വർഷത്തെ 3ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഇത്. കഴിഞ്ഞ വർഷം ഫ്രഞ്ച് ഓപ്പണിൽ സെറീനയെ തോൽപ്പിച്ച ചരിത്രവുമായി കളിക്കാനിറങ്ങിയ മുഗുരുസയ്ക്ക് പക്ഷേ സെറീനയുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരു ദശാബ്ദത്തിനിടെ വിംബിൾഡൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ സ്പാനിഷ് വനിതാ താരമായിരുന്നു മുഗുരുസ. ചെന്നൈയിൽ നടക്കുന്ന ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 80 പോയിന്റുമായി കേരളം 1ാം സ്ഥാനത്ത് തുടരുന്നു. 56 പോയിന്റുള്ള തമിഴ്നാട് 2ാം സ്ഥാനത്തും 47 പോയിന്റുള്ള ഹരിയാന 3ാമതുമാണ്. 5 സ്വർണവും 2 വെള്ളി 4 വെങ്കലവും അടക്കം 11 മെഡലാണ് ഇതുവരെ കേരളത്തിന്റെ നേട്ടം. കേരളത്തിന് വേണ്ടി ടിൻഡു ലൂക്കോയും രഞ്ജിത്ത് മഹേശ്വരിയും ജിതിൻ പോളും ജിൻസൺ ജോൺസണുമാണ് ഇന്ന് സ്വർണം നേടിയത്. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ സിയോ സൈന വെള്ളി നേടി. കായികം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വിട്രിഫൈഡ് ടൈൽ ഷോറൂം, ന്യൂ രാജസ്ഥാൻ മാർബിൾ.
സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി IPS ഓഫീസർ രംഗത്ത്. അനധികൃതമായ വഴിയിലൂടെ കാര്യങ്ങൾ ചെയ്യണമെന്ന മുലായം സിംഗിന്റെ ആവശ്യം അംഗീകരിക്കാത്തതിനാലാണ് ഭീഷണിയെന്നും IPS ഓഫീസർ അമിതാഭ് താക്കൂർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് മുലായം സിംഗ് യാദവ് തന്നെ ഫോണിൽ വിളിച്ചത്. 2 മിനിറ്റ് 10 സെക്കൻഡ് നീണ്ടുനിന്ന സംഭാഷണത്തിലുടനീളം ഭീഷണി മുഴക്കിയാണ് മുലായം സിംഗ് സംസാരിച്ചതെന്ന് മുതിർന്ന IPS ഓഫീസർ അമിതാഭ് താക്കൂർ ആരോപിച്ചു. ഉത്തർപ്രദേശിലെ ഖനി വകുപ്പ് മന്ത്രി ഗായത്രി പ്രസാദ് പ്രജാപതിയുടെ അഴിമതികൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തതിനെ തുടർന്നാണ് മുലായത്തിന്റെ ഭീഷണിയെന്നും അമിതാഭ് താക്കൂർ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ മന്ത്രിക്കെതിരെ നിലവിലുണ്ട്. നേരത്തെ കേസുകളുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ സമാജ്വാദി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തിയിരുന്നതായും താക്കൂർ അറിയിച്ചു. 2006-ൽ മുലായത്തിന്റെ ബന്ധുവിൽ നിന്നും തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിരുന്നു. ഇക്കാര്യം ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് മുലായം സംഭാഷണം അവസാനിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നു. മുലായം സിംഗിന്റെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ പരാതിയോടൊപ്പം ലോകായുക്തയ്ക്ക് അമിതാഭ് താക്കൂർ സമർപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഉത്തരേന്ത്യയിൽ മഴ ശക്തിയായി തുടരുന്നു. മഴക്കെടുതികൾ മൂലം ഉത്തരാഖണ്ഡിൽ 4 പേർ മരിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് അമർനാഥ് തീർത്ഥയാത്ര നിർത്തിവച്ചു. ബാർ ഉടമകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ ഹാജരായത് കടുത്ത അനീതിയാണെന്ന് മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കത്തയക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ബാർ ഉടമകൾക്ക് വേണ്ടി കേന്ദ്ര അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ ഹാജരായതിനെതിരെ കേരളത്തിന്റെ കടുത്ത പ്രതിഷേധം അറിയിക്കുന്നതിനാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത്. കേസ് ജൂലൈ 28-ന് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഒരു കാരണവശാലും ഇത് ആവർത്തിക്കരുതെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിയാണ് AG ബാർ ഉടമയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് എന്നത് നീതിബോധമുള്ളവരെ ഞെട്ടിക്കുന്നതാണ്. ഇത് അതീവ ഗുരുതരമായ വിഷയമാണെന്നും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ സാമൂഹിക ഉത്തരവാദിത്തത്തോടെ നടപ്പിലാക്കുന്ന ഘട്ടം ഘട്ടമായ മദ്യനിരോധന പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകാനുള്ള ഉത്തരവാദിത്തമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയവും ഇതിലില്ല. അതുകൊണ്ട് തന്നെ മദ്യനിരോധന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഉറച്ച പിന്തുണയാണ് നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. AG ഹാജരാകുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ ചോദ്യമുന്നയിച്ചിട്ടും അദ്ദേഹം കേസുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇത് കേരളത്തോട് ചെയ്ത അനീതിയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബാർ കേസിൽ 4 സ്റ്റാർ ബാർ ഉടമകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയെ ഹാജരായതിൽ തെറ്റില്ലെന്ന് കേന്ദ്ര നിയമമന്ത്രി സദാനന്ദ ഗൌഡ. മുൻകൂർ അനുമതി വാങ്ങിയ ശേഷമാണ് AG ബാർ ഉടമകൾക്ക് വേണ്ടി ഹാജരായത് എന്നും മന്ത്രി പറഞ്ഞു. AGയുടെ നടപടി നേരത്തെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് ഭാരിച്ച ബാധ്യതയാണ് എന്ന് ധനമന്ത്രി KM മാണി. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ന്യായമായ തീരുമാനമെടുക്കും. പെൻഷൻ പ്രായം കൂട്ടുന്നത് സംബന്ധിച്ച് കൂട്ടായ തീരുമാനമാണ് ഉണ്ടാകേണ്ടത് എന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ഏത് കോഴ്സുകൾ പഠിക്കാനും അതനുസരിച്ചുള്ള ജോലി നേടാനുമുള്ള സാഹചര്യം കേരളത്തിനുള്ളിൽ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് ഇന്ത്യയിലെ പ്രഥമ ഗ്രാമീണ നൈപുണ്യ കേന്ദ്രമായ കൊല്ലം കൗശൽ കേന്ദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1.5 കോടി രൂപ ചെലവിൽ ചവറയിൽ പ്രവർത്തനം തുടങ്ങിയ കൗശൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ചോറ്റുപാറ ഗവൺമെന്റ് സ്കൂളിലെ 50 വിദ്യാർത്ഥികളെ കൂടി ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ 45 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകിയ മുട്ടക്കറിയിൽ നിന്നാണ് കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റത്. കഠിനമായ തലവേദനയും ഛർദിയും വയറിളക്കവും ബാധിച്ച കുട്ടികളെ ഇന്നലെയും ഇന്നുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ന്യൂ രാജസ്ഥാൻ മാർബിൾസ് പുണ്യമാസം സമർപ്പിക്കുന്നത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ഗ്രാനൈറ്റ് ആൻഡ് വിട്രിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോഴിക്കോട്ടുകാർ. തുണിക്കടകളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ നല്ല തിരക്കാണ്. റംസാനിൽ അണിഞ്ഞൊരുങ്ങാൻ വസ്ത്രം വാങ്ങുന്നതിന്റെ തിരക്കിലാണ് കോഴിക്കോട്ടെ മൊഞ്ചത്തികൾ. നീളമുള്ള ഗൗണിനും പലാസോ പാൻറ്റുകൾക്കുമാണ് ഇപ്പോൾ ആവശ്യക്കാർ കൂടുതൽ. വിദേശ വസ്ത്രമായ നീളൻ ഉടുപ്പാണ് വിശേഷ ദിവസങ്ങളിൽ ധരിക്കാൻ മിക്ക പെൺകുട്ടികളും തിരഞ്ഞെടുക്കുന്നത്. 800 രൂപ മുതലുള്ള ഗൗണുകൾ വിപണിയിലുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളറ് ക്രീമും റെഡും ആണ്. ഞാൻ ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ് എടുക്കാറ്. ഇപ്പോഴത്തെ മോഡലിൽ ഏത് ടോപ്പ് മാതിരിയുള്ള അപ്പം കുറേ ഉണ്ടല്ലോ, നമുക്കൊക്കെ ഡെയിലി യൂസിന് വേണമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കുന്നത്. കണ്ടാൽ പാവാട പോലെ തോന്നുന്നവയാണ് പലാസോ പാൻറ്റുകൾ.
ഒഴുകിപ്പറന്നു നിൽക്കുന്ന ഇത് ധരിക്കാനുള്ള സുഖമാണ് ഇവയോടുള്ള ഇഷ്ടം കൂടാൻ കാരണം. ചുരിദാറിനേക്കാളും ആൾക്കാർക്ക് കൂടുതൽ ഇപ്പോൾ ഇങ്ങനത്തെ വെസ്റ്റേൺ മോഡേൺ ഡ്രസ്സുകളോടാണ് താല്പര്യം. ലെങ്തി ഗൗണും അതുപോലെ പലാസ ബോട്ടം, അതിന് പറ്റിയ വെസ്റ്റേൺ ടോപ്സ്, അതാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ടുള്ളത്. പലാസ ബോട്ടം വെച്ചാൽ ഫുൾ ലൂസാണ്, കുറച്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അത് ഒരു വ്യത്യസ്ത വെറൈറ്റി തന്നെയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ ഭയങ്കര വെറൈറ്റി ഉള്ള സാധനം. വസ്ത്രങ്ങളിലെ സ്വദേശിയെയും വിദേശിയെയും ഒരുപോലെ സ്വീകരിച്ച് റംസാൻ വസ്ത്രവിപണി കൊഴുക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ന്യൂ രാജസ്ഥാൻ മാർബിൾസ് പുണ്യമാസം സമർപ്പിച്ചത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ഗ്രാനൈറ്റ് ആൻഡ് വിട്രിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. തരകൻസ് റോയൽ ജ്വല്ലറി ഗോൾഡ് റേറ്റ് സമർപ്പിക്കുന്നത് അറിഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2450 രൂപയായി. പവന് 19,600 രൂപ. ലുലു എഡിറ്റേഴ്സ് ചോയ്സ് സമർപ്പിക്കുന്നത് സെലിബ്രേറ്റ് ദ ബ്രൈഡൽ വേൾഡ്, ലുലു മോൾ കൊച്ചി, ഓൾസോ അറ്റ് നിയറസ്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂൾ പൊളിക്കാനുള്ള നീക്കം തടഞ്ഞു. മേയറുടെ നേതൃത്വത്തിലാണ് സ്കൂൾ പൊളിക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞത്. സ്കൂൾ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കി. ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് ബേയും നിർമ്മിക്കാൻ അട്ടക്കുളങ്ങര സ്കൂളിന്റെ ഒരു ഭാഗം പൊളിക്കാനുള്ള ശ്രമം മേയർ കെ ചന്ദ്രികയും സംഘവും തടഞ്ഞു. രാവിലെ 8 മണിയോടെ ട്രിഡ ഉദ്യോഗസ്ഥരാണ് പൊളിക്കാനെത്തിയത്. ഇതറിഞ്ഞ് മേയറും നാട്ടുകാരുമെത്തി പൊളിക്കാനുള്ള ശ്രമം തടയുകയായിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് ബേയും നിർമ്മിക്കാൻ സ്കൂളിന്റെ ഒരു ഭാഗം പൊളിച്ചേ തീരുവെന്നാണ് ട്രിഡയുടെ നിലപാട്. ഇത് സംബന്ധിച്ച് നിലനിന്ന കേസിൽ അനുകൂല വിധി ഉണ്ടായതോടെയാണ് ട്രിഡ ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ സ്കൂൾ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. മേയറും ഉറച്ച നിലപാടെടുത്തു. ഒരു നടപടിക്രമങ്ങളുമില്ലാതെ നഗരസഭയ്ക്ക് കൈമാറി കിട്ടിയ സ്കൂളായത്. നഗരസഭയുടെ ഒരു പെർമിഷൻ ചോദിക്കുകയോ ഒരു അനുവാദം ചോദിക്കുകയോ യാതൊന്നും ചെയ്യാതെ ഇവിടെ വന്ന് ആരോ ഒരാൾ പൊളിച്ചോ എന്ന് പറഞ്ഞു. അയാളുടെ ഓർഡർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് വർക്ക് ഓർഡർ ഇല്ല, യാതൊന്നുമില്ല, വന്ന് പൊളിക്കുക ചെയ്യുന്നത്. രാവിലെ സ്കൂളിന്റെ ഒരു കെട്ടിടഭാഗം പൊളിക്കാൻ 50 അംഗ സംഘത്തെയാണ് ട്രിഡ നിയോഗിച്ചത്. പണിക്കാർ രാവിലെ എത്തി സ്കൂൾ കെട്ടിടത്തിന്റെ ഓടും മറ്റും ഇളക്കി മാറ്റി. വിവരമറിഞ്ഞെത്തിയ മേയർ സംഘത്തോട് കയർത്തു. പൊളിക്കൽ നിർത്താൻ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കയറരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. സംഭവമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. സ്ഥലത്തെ സംഘർഷാവസ്ഥ പരിഗണിച്ച് വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ ട്രിഡ തൽക്കാലത്തേക്ക് പൊളിക്കൽ നിർത്തിവെച്ചു. തൽക്കാലത്തേക്ക് മേയർ ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരും പല ആൾക്കാരും ഇതിനെതിരെ പ്രതീക്ഷ വന്ന സ്ഥിതിക്ക് താൽക്കാലികമായിട്ട് ഞങ്ങളത് നിർത്തിവെക്കുക തന്നെയാണ്. 2013 ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് ബേയും നിർമ്മിക്കാൻ 2 ഏക്കർ സ്ഥലം സർക്കാർ ട്രിഡയ്ക്ക് നൽകിയത്. അന്നു മുതലേ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലുലു എഡിറ്റേഴ്സ് ചോയ്സ് സമർപ്പിച്ചത് സെലിബ്രേറ്റ് ദ ബ്രൈഡൽ വേൾഡ്, ലുലു മോൾ കൊച്ചി, ഓൾസോ അറ്റ് നിയറസ്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. ടോപ് 10 വീണ്ടും. ഡോഡ്ജ് ടോപ് 10 ഹെഡ്ലൈൻസ് സമർപ്പിക്കുന്നത് Wasn't a Dodge better? കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് മർദ്ദനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കർശന നടപടിയെന്ന മുഖ്യമന്ത്രി, ക്രൂരമെന്ന VS അച്യുതാനന്ദൻ. കോട്ടയത്ത് തിങ്കളാഴ്ച LDF ഹർത്താൽ. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് കണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇന്ത്യയും തുർക്ക്മെനിസ്ഥാനും തമ്മിൽ ധാരണ. 8 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്ക്മെനിസ്ഥാനിൽ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പുരോഗതി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്രസേനയുടെ വിന്യാസം സംബന്ധിച്ച് പുനരവലോകനം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. CPM വർഗ ബഹുജന സംഘടനകൾക്ക് വേണ്ടാത്ത VS അച്യുതാനന്ദന് വൻ സ്വീകരണമൊരുക്കി CPI വിദ്യാർത്ഥി പ്രസ്ഥാനം AISF. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്തത് VS.
രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കി സുപ്രീം കോടതി. 5-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുമെന്ന് കോടതി. എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സമരം പിൻവലിച്ചു. നടപടി സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിലെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. ബാഹുബലി പ്രദർശിപ്പിച്ച തിയേറ്ററുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ഫെഡറേഷൻ. സർക്കാർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് നിർമ്മാതാക്കൾ. ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളം മെഡൽ കൊയ്ത്ത് തുടരുന്നു. ഇന്ന് 4 സ്വർണം കൂടി. 80 പോയിന്റുമായി കേരളം 1-ാം സ്ഥാനത്ത്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം സെറീന വില്യംസിന്. സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണവുമായി IPS ഓഫീസർ. അനധികൃതമായി കാര്യങ്ങൾ ചെയ്യണമെന്ന ആവശ്യം നിരസിച്ചതാണ് ഭീഷണിക്ക് കാരണമെന്നും അമിതാഭ് ഠാക്കൂർ. എഡിറ്റേഴ്സ് ചോയ്സ്. അക്ഷരപ്രേമമോ വിരോധമോ? ഡോഡ്ജ് ടോപ്പ് 10 ഹെഡ്ലൈൻസ് സമർപ്പിച്ചത് Wasn't a Dodge better? ടോപ്പ് 10 പൂർണ്ണമാവുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.